ലോകം മറ്റൊരു യുദ്ധത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. തായ്ലൻഡ്, കംബോഡിയ രാജ്യങ്ങൾ തമ്മിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി തർക്കം വഷളായതോടെയാണ് സായുധ നയതന്ത്ര സംഘർഷം മൂർച്ഛിച്ചത്. അതിർത്തിയിൽ സൈനിക സംഘർഷം രൂക്ഷമായതോടെ യുദ്ധസമാനമാണ് സ്ഥിതി. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള തായ്ലൻഡ് കംബോഡിയ അതിർത്തി സംഘർഷം ഇക്കഴിഞ്ഞ മെയ് മാസത്തോടെയാണ് പുനരാരംഭിച്ചത്. അതിർത്തിയിലെ ഏറ്റുമുട്ടലിൽ ഒരു കംബോഡിയൻ സൈനികൻ കൊല്ലപ്പെട്ടതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ നയതന്ത്ര ബന്ധം കഴിഞ്ഞ പതിറ്റാണ്ടിലെ ഏറ്റവും മോശം നിലയിലേക്കെത്തി. പിന്നീട് കുഴിബോംബുകൾ പൊട്ടിത്തെറിച്ച് 2 തായ് സൈനികർക്ക് പരിക്കേറ്റതോടെ കംബോഡിയയിലെ അംബാസിഡറെ തിരിച്ചുവിളിച്ച തായ്ലൻഡ് ബാങ്കോക്കിലെ കംബോഡിയൻ അംബാസിഡറെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് വ്യാഴാഴ്ച പകൽ അതിർത്തിയിൽ വെടിവെപ്പുണ്ടായതും കംബോഡിയ BM-21 റോക്കറ്റുകൾ തായ്ലൻഡിൽ പ്രയോഗിച്ചത്. തായ്ലൻഡിലെ സുറിൻ പ്രവിശ്യയിലുള്ള മൂപ്പാസ് സൈനിക താവളത്തിനടുത്ത് ഷെല്ലാക്രമണവും തുടങ്ങി. സിസാകെത്ത് പ്രവിശ്യയിലെ ഡോൺ തുവാൻ ക്ഷേത്രത്തിനടുത്ത് 122 mm റോക്കറ്റുകൾ വന്നു പതിച്ചു. വൻ നാശനഷ്ടമാണ് ആക്രമണങ്ങളിലുണ്ടായത്. പെട്രോൾ സ്റ്റേഷനുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, വീടുകൾ ഉൾപ്പെടെ തകർന്നു. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഇതോടെ തായ് ഗ്രാമവാസികൾ വീടുകളിൽ നിന്നും പലായനം ചെയ്തു. സംഭവത്തെ തുടർന്ന് കംബോഡിയൻ സ്ഥാനപതിയെ തായ്ലൻഡ് പുറത്താക്കി. തങ്ങളുടെ സ്ഥാനപതിയെ പിൻവലിച്ചതിനൊപ്പം പൗരന്മാരോട് കംബോഡിയ വിടാൻ ആഹ്വാനവും ചെയ്തു. അതിർത്തികൾ അടച്ചു. ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി തായ്ലൻഡ് F-16 യുദ്ധവിമാനങ്ങളും സായുധ ഡ്രോണുകളും ഉപയോഗിച്ച് കംബോഡിയൻ സൈനിക താവളങ്ങളെ കടന്നാക്രമിച്ചു. ഒദ്ദാർ മീഞ്ചയിലെ പ്രസാദ് താമോൻതോം, പ്രസാദ് താ ക്രാബെ പ്രവിശ്യങ്ങളിലെ കംബോഡിയൻ സൈനിക കേന്ദ്രങ്ങളെ തായ് സൈന്യം ആക്രമിച്ചു. നയതന്ത്ര ബന്ധങ്ങൾ ഒഴിവാക്കിയും ബാങ്കോക്കിലെ സ്ഥാനപതി കാര്യാലയം ഒഴിപ്പിച്ചും കംബോഡിയ തിരിച്ചടിച്ചു. തായ്ലൻഡിലെ സംഘർഷമേഖലയിൽ നിന്നും 1,30,000 സാധാരണക്കാരെ ഒഴിപ്പിച്ചതായാണ് വിവരം. കംബോഡിയയിൽ സംഘർഷമേഖലയിൽ 260 സ്കൂളുകളുണ്ടെന്നാണ് റിപ്പോർട്ട്. പീരങ്കികളും കാലാൾപ്പടയുമടക്കം മുൻനിർത്തിയാണ് ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടുന്നതെന്നാണ് വിവരം. തായ്ലൻഡാണ് ആക്രമണം തുടങ്ങിയതെന്നാണ് കംബോഡിയയുടെ വാദം. അതിർത്തി സമഗ്രതകൾ ലംഘിച്ചുള്ള തായ് സൈനികരുടെ പ്രകോപനമില്ലാത്ത കടന്നുകയറ്റത്തിനെതിരായ സ്വയം പ്രതിരോധമാണ് നടപ്പാക്കിയതെന്നാണ് കംബോഡിയ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതികരണം. എന്നാൽ സൈന്യത്തെ അയക്കുന്നതിന് മുൻപായി ഡ്രോൺ അയച്ച് പ്രദേശം നിരീക്ഷിച്ചു. പിന്നാലെ കംബോഡിയൻ സൈന്യം പീരങ്കികളും ദീർഘദൂര റോക്കറ്റുകളും ഉൾപ്പെടെ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നുവെന്നാണ് തായ്ലൻഡിന്റെ ആരോപണം. അതേസമയം കംബോഡിയയുമായി അതിർത്തി പങ്കിടുന്ന 8 ജില്ലകളിൽ പട്ടാള നിയമം തായ്ലൻഡ് പ്രഖ്യാപിച്ചു. ചന്തപുരിയിലെ 7 ജില്ലകളിലും ത്രാറ്റിലെ 1 ജില്ലയിലുമാണ് സൈനിക നിയമം പ്രാബല്യത്തിൽ വന്നത്. സംഘർഷം യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാമെന്ന് തായ്ലൻഡ് കംബോഡിയയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഈ സംഘർഷങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ 2 ക്ഷേത്രങ്ങൾക്കും ഇതിൽ കാരണമാകേണ്ടി വന്നതായി കാണാം. എന്താണ് ഈ സംഘർഷത്തിന് പിന്നിൽ? ഇരു രാജ്യങ്ങളുടെയും പോര് നൂറ്റാണ്ടുകളായി ഇങ്ങനെ തുടർന്നു പോകാനുള്ള കാരണം എന്താണ്? 9 മുതൽ 15-ാം നൂറ്റാണ്ട് വരെ കംബോഡിയ ഭരിച്ചിരുന്ന ഖെമർ രാജവംശം നിർമ്മിച്ചവയാണ് 2 ക്ഷേത്രങ്ങളും. കംബോഡിയയിലെ ഡാങ്റേക് പർവ്വതനിരയിൽ 525 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് പ്രയാഗ് വിഹർ ക്ഷേത്രം. മറ്റൊന്ന് തായ്ലൻഡിൽ സ്ഥിതി ചെയ്യുന്ന താമുയൻ തോം ക്ഷേത്രമാണ്. ആദ്യ ക്ഷേത്രത്തിൽ നിന്ന് 95 കിലോമീറ്റർ മാത്രം അകലെയാണിത്. 12-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ക്ഷേത്രമാണിത്. പ്രയാഗ് വിഹർ ക്ഷേത്രം 900 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. കംബോഡിയ എന്ന രാജ്യത്തിന്റെ മുഖമുദ്ര അങ്കോർവാട്ട് ക്ഷേത്രം സമുച്ചയമാണെങ്കിലും ഈ 2 ക്ഷേത്രങ്ങളിലും ഇരു രാജ്യങ്ങളുടെയും ആധുനിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ഫ്രഞ്ച് ഭരണകാലത്ത് തയ്യാറാക്കിയ മാപ്പിൽ 1907-ൽ താമുയൻ തോം ക്ഷേത്രം കംബോഡിയയിലാണ് ഉൾപ്പെടുത്തിയത്. ഇതെന്ന് തായ്ലൻഡ് അംഗീകരിച്ചു. എന്നാൽ പിന്നീട് ഇക്കാര്യം തർക്കമാകുകയും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വിഷയം എത്തുകയും ചെയ്തു. കംബോഡിയയിലാണ് ക്ഷേത്രമെന്നാണ് കോടതി അംഗീകരിച്ചത്. പ്രയാഗ് വിഹർ ക്ഷേത്രം 2008-ൽ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ
കംബോഡിയയ്ക്ക് വീണ്ടും ആശ്വാസമായി. എന്നാൽ അതേ വർഷം ഇതേ സ്ഥലത്ത് സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയും ഇരുഭാഗത്തും സൈനികർ വീരമൃത്യു വരിക്കുകയും ചെയ്തു. ഇന്നും തർക്കം തുടരുകയാണ്. താമുയേൻ തോം ക്ഷേത്രത്തിന് സമീപത്താണ് ഏറ്റവും പുതിയ ഏറ്റുമുട്ടലുണ്ടായത്. ചൈനയും യുഎസും മലേഷ്യയും ഒക്കെ മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തുണ്ട്. പക്ഷേ അതിർത്തി പ്രശ്നത്തിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ലെന്നാണ് തായ്ലൻഡിന്റെ നിലപാട്. മാത്രമല്ല, സംഘർഷം ഒരു യുദ്ധത്തിലേക്ക് നീങ്ങിയേക്കാമെന്ന മുന്നറിയിപ്പും തായ്ലൻഡ് കംബോഡിയയ്ക്ക് നൽകുന്നുണ്ട്. എന്തായാലും എല്ലായിടത്തും ഇടപെടുന്ന ട്രംപ് ഇക്കാര്യത്തിലും ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം. സമാധാനത്തിന്റെ വെള്ളക്കൊടി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉടൻ തന്നെ പാറിപ്പറക്കുമെന്ന് കരുതാം.